എൻ്റെ ബ്ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ അരുവിക്കര ഡാമും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. ഇതാണ് നമ്മുടെ അരുവിക്കര ഡാമിൻ്റെ അവിടുത്തെ പാർക്കിംഗ് ഏരിയ. നമുക്കിവിടെ ബൈക്കും കാറൊക്കെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫീസൊന്നും ഈടാക്കുന്നതല്ല. ഇതിൻ്റെ തൊട്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ കുറേ ഷോപ്സ് കാണാം. നമുക്ക് നാരങ്ങ വെള്ളവും സർബത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ച് കുടിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഇവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു പാർക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അരുവിക്കര ഡാം. ഈ അരുവിക്കര ഡാമിലേക്ക് നമുക്ക് എൻട്രി ഫീസൊന്നും അല്ല, ഫ്രീ ആണ്. ഇത് എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമുക്ക് ഈ ഡാമിലേക്ക് കയറാനുള്ള എൻട്രി ടൈം. ഈ അരുവിക്കര ഡാം വന്നിട്ട് നമ്മുടെ കരമന ആറിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. 1972 ഈ ഡാം ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത്. നമ്മുടെ അരുവിക്കര ഡാമിൻ്റെ ഇവിടുത്തെ വെള്ളമാണ് നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള എല്ലാ മിക്ക വീടുകളിലും യൂസ് ചെയ്യുന്നത്. എല്ലാം നല്ല പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വെള്ളമായിരിക്കും. ഈ അരുവിക്കര ഡാമിൻ്റെ പ്രോജക്റ്റ് വന്നിട്ട് 1930 ഈ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. അത് നമ്മുടെ പേപ്പർ ഡാമിന് വേണ്ടി ഒരു സപ്പോർട്ടായിട്ടാണ് നമ്മുടെ ഈ അരുവിക്കര ഡാം ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഡാമിൻ്റെ ഹൈറ്റ് വന്നിട്ട് 14 മീറ്ററാണ്. അതായത് ഏതാണ്ട് 46 അടി ഉയരമുണ്ട് നമ്മുടെ ഈ ഡാമിൻ്റെ ഹൈറ്റ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 83 മീറ്ററാണ്. അതായത് 273 അടിയാണ് ഇതിൻ്റെ ലെങ്ത്ത്. അരുവിക്കര ഡാമിൽ മൊത്തം 6 ഷട്ടറുണ്ട്. ഈ മഴ സമയത്തൊക്കെ ആണെങ്കിൽ 6 ഷട്ടർ ഓപ്പൺ ആയിരിക്കും. പിന്നെ നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു മീനും വലിയ മീനുകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അത് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ആരും ഈ മീനുകളൊന്നും പിടിക്കാറില്ല. കാരണം തൊട്ട് സൈഡിലൊരു കോവിലുണ്ട്. അപ്പോൾ കോവിലിൻ്റെ ഒരു വിശ്വാസപ്രകാരം ഇവിടെ ആരും അങ്ങനെ മീനൊന്നും പിടിക്കാറില്ല. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ മീനുകളെ കാണാം. ഉള്ളിലോട്ട് നോക്കുമ്പോൾ ചെറിയ വലിയ വലിയ മീനുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഒരു ഈവനിങ് ടൈമിലൊക്കെ നമ്മളിവിടെ അരുവിക്കര ഡാമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മീനുകൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് ഇതിലിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ അടുത്ത് വരുന്നതും അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. തൊട്ടടുത്ത് തന്നെ പാർക്ക് ഉള്ളതുകൊണ്ടും കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ അരുവിക്കര ഡാമിലെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും മാക്സിമം അരുവിക്കര ഡാമും ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.